ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മെഗാബച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മറ്റേ 2 വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാൻ, കണ്ടിട്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തൊരു നോക്കണേ, പേടിച്ചോയ നീ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്ര പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്തേക്കുക. എന്നാൽ തന്നെ അടുത്ത വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് അത്ര സുഖമായിട്ടുള്ള അനുഭവമൊന്നുമല്ല ഉണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നല്ല, അത് ഈ ഒരു ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് അതിൻ്റെ കാരണം. അപ്പം ഫസ്റ്റത്തെ ആ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ ബാക്കിയായിട്ട് കാണാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എന്നിട്ട് അന്ന് വൈകുന്നേരം വരെ അവിടെ കിടന്നതിന് ശേഷം കിടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബ് റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞത്, ഇനി ഇയാളെ ഇവിടെ അധികം അങ്ങനെ കിടത്തിയിട്ട് കാര്യമില്ല, എന്തായാലും മരുന്ന് വെച്ചോ, അപ്പോൾ വേഗം വന്നിട്ട് ഡെലിവറി ആവില്ല എന്ന് പറഞ്ഞു. ഓ എന്തേ അവിടെ നിൽക്കും, വേദന വന്നിട്ട് ഡെലിവറി ആവില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഓക്കെ, അപ്പം എനിക്ക് സമാധാനമായി, എന്തായാലും മരുന്ന് വയ്ക്കാൻ പോവല്ലേ, പിന്നെ വേറെ ടെൻഷൻ അടിക്കാനില്ലല്ലോ. അപ്പോൾ എൻ്റെ വീട്ടുകാരുടെ അടുത്തൊക്കെ അവർ പറഞ്ഞു, മരുന്ന് വെക്കാന്ന് പറഞ്ഞു ഉള്ള കാര്യമൊക്കെ പറഞ്ഞു. അവരുടെ അടുത്ത് നിന്ന് മറ്റേ കൺസെൻ്റൊക്കെ ഒപ്പിടിച്ച് മേടിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു സമയം 5:30-6 മണി ആ ടൈം ആവുണ്ടാവുള്ളൂ വൈകുന്നേരം. ഉണ്ടാണ്ടിരിക്കുന്നു, ആ സമയം ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഡോക്ടർമാർ എഴുതൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, വലിയ ഡോക്ടർമാർ വന്നു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നമ്മളെ ഫയലിൽ കാര്യങ്ങളൊക്കെ എഴുതി സെറ്റാക്കണ ആ ടൈം ഉണ്ടല്ലോ. എന്താണ് വാ ജി നോക്കിട്ടാ. അപ്പോൾ ആ ടൈം കുറച്ച് അധികം സമയമാണ് അവർക്ക് എല്ലാ എഴുത്തുകുത്തുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു 7-8 മണിയോടുകൂടി മരുന്ന് വെക്കുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ലാബ് റൂമിൽ നിന്ന് ഒരു തവണ പോയി കാണാൻ പറ്റും. അപ്പം അവരുടെ അടുത്ത് അറിയാനൊക്കെ വേണ്ടി ഞാൻ ചെന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ മരുന്ന് വെക്കാൻ പോകണമെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പം സമാധാനമായി. അവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഇരിക്കാൻ ഇടിയണോ മരുന്നൊക്കെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊക്കെ വെച്ച് സമാധാനമായി. പിന്നെ അവരെഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കിനും ഇവർക്ക് ഷിഫ്റ്റ് ആവാനുള്ള സമയമായി, അതായത് അടുത്ത ഡോക്ടർമാർ വരാനുള്ള ടൈമായി. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ആദ്യമൊക്കെ 2-3 പേര് ഇങ്ങനെ വന്ന് ചോദിച്ചു, ഷഹനാക്ക് മരുന്ന് വെച്ചോ. ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വേറെ 2 പേർക്ക് മരുന്ന് വെച്ച് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വെച്ചോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞൊരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അയ്യോ ഷഹന നമുക്ക് മരുന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഈ മരുന്ന് വെക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലേബർ പെയിൻ 2nd സ്റ്റേജ് ആവണ ആ സ്ഥലത്താണ്, അതായത് ഡെലിവറി ആവുന്ന ആ സ്ഥലത്ത് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ മരുന്നുകളൊക്കെ വെക്കണത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ പെയിൻ വരുന്ന സ്ഥലത്ത് തന്നെയാണ് എല്ലാവരും കെടുക്കണതും, PV ചെക്കേണ്ട അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മരുന്ന് വയ്ക്കുന്നത് മാത്രം ഈ ഡെലിവറി ആവുന്ന റൂമിലാണ്. അപ്പം ഞങ്ങൾ കൊണ്ടുപോയി. അപ്പോൾ അവിടെ ഒരു കുട്ടി ഇതുപോലെ ഡെലിവറി ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ ഡെലിവറി ആയിട്ട് ആ കുട്ടി അപ്പുറത്തെ ഇതിൽ കിടക്കുന്നു, ഞാൻ ഇപ്പുറത്ത് തന്നെ കൊണ്ടുവന്ന് കിടത്തിയിട്ടുണ്ട്. എന്നോട് കിടന്നോളാനൊക്കെ പറഞ്ഞു കിടന്നു. നമുക്കറിയാം, സ്ത്രീകൾക്കാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഡെലിവറിക്ക് കിടക്കണ ടേബിള് എങ്ങനത്തെയാണ് എന്നുള്ള കാര്യം. അപ്പം അതുമ്മ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബാക്ക് പെയിൻ ആയിരിക്കും. കാരണം നേരെ തന്നെ കിടക്കാൻ പറ്റുള്ളൂ, അങ്ങോട്ട് തിരിയാൻ പറ്റില്ല, കാലും നീട്ടിച്ചൊന്നും കിടക്കാനൊന്നും പറ്റില്ല. എത്രത്തോളം ഉണ്ടാവും എന്ന് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ആ ഒരു ഇതുമ്മ കൊണ്ടുവന്നിട്ട് കിടന്നോ മരുന്ന് വെക്കാം എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കിടത്തി. അത് കഴിഞ്ഞു ഈ പ്രസവം കഴിഞ്ഞ ആ പെൺകുട്ടി സ്റ്റിച്ച് ഇടുന്നതൊക്കെ ഞാനിവിടെ കിടന്നുകൊണ്ട് എനിക്ക് ആ കുട്ടി അവിടെ കിടന്ന് ഒച്ചെടുക്കുന്നതും അല്ലാതെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാനിവിടെ കിടക്കാണ്, ഡോക്ടർ എന്നെ അവിടെ കൊണ്ട് കിടത്തിയിട്ട് പോയി. എന്നിട്ട് ഒരു പ്രാവശ്യം ആൾ വന്ന് നോക്കി. അപ്പോഴും ഞാൻ അവിടെ കിടക്കുന്നുണ്ട്. ഞാനപ്പോൾ അതിനെങ്ങനെ ഒന്ന് നോക്കി, അതെന്താ ചെയ്യാൻ പോകണമെന്നൊന്നും അറിയില്ല. എൻ്റെ ഫയലും എൻ്റെ തലയുടെ ഭാഗത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യണില്ല. ഞാൻ ആ കുട്ടിയുടെ സ്റ്റിച്ചിടുന്ന സത്യം പറഞ്ഞ ഒരു 1-1.5 മണിക്കൂറോളം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അതിൻ്റെ ഒച്ചയും ബഹളവും കരച്ചിലൊക്കെ കൂടിയിട്ട്. അപ്പോൾ അതിൽ ഒരു 1.25 മണിക്കൂറെങ്കിലും ഞാൻ അവിടെ അതേപോലെ കിടന്നുണ്ടാവും. അപ്പോൾ എനിക്ക് ബാക്കൊക്കെ ഭയങ്കരമായിട്ട് പെയിനായപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ഇരുന്നു കഴിഞ്ഞിട്ടും
ഒരു രക്ഷയില്ല, കാണുന്നില്ല. അപ്പം ഞാൻ അവിടെ ടീച്ചറായിരുന്ന ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ വരുമ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് പോയി. എൻ്റെ ഫയൽ അവിടെ തന്നെ ഉണ്ട്. എന്നിട്ട് ഞാൻ പുറത്ത് പോയി ഞാൻ കുറച്ച് നേരം അവിടെ ഒക്കെ നോക്കി. എന്നെ അവിടെ കൊണ്ട് കെടുത്തി ഡോക്ടറെ കാണണമല്ലോ എന്ന് നോക്കിയപ്പോൾ എന്നെ അവിടെ കൊണ്ട് കെടുത്തിയിട്ട് ഡോക്ടർ ഷിഫ്റ്റിൻ്റെ സമയമായപ്പോൾ ബാഗൊക്കെ എടുത്ത് പോവാണ്. അടുത്ത ഡോക്ടർമാർ വരികയാണ്, ഇയാൾ പോവാണ്. അപ്പം എത്രത്തോളം അവർക്ക് അതിൻ്റെ ഒരു എന്താ പറയുക ഉത്തരവാദിത്തം ബോധം ഉണ്ട് എന്ന് എനിക്ക് അപ്പം മനസ്സിലായി. എന്നെ അവിടെ ആ സമയത്ത് അതൊരു 7:30 8 മണി ആ ടൈം ആവാറായിട്ടുണ്ടാവും. അപ്പാണ് കൊണ്ട് കെടുത്തിയത്. എന്നിട്ട് പോയി. ഞാനൊരു 9:15 വരെ എങ്ങാണ്ടും അവിടെ കിടന്നു തോന്നുന്നുണ്ട്. 9-9:15 വരെ എങ്ങാണ്ടും കിടന്നു തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് പോന്നു. ഇവരെ എഴുത്തൊക്കെ കഴിഞ്ഞിട്ട് 8:30 എങ്ങാണ്ടാണ് ഇവരെ ഷിഫ്റ്റ് മാറുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ പോയി. അറ്റ്ലീസ്റ്റ് ആള് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആരാണോ ചെയ്യുന്നത് അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് അവിടെ നിന്ന് പോര്, അടുത്ത ആൾ വരുമ്പോൾ ആൾ വരും എന്ന് പറയുകയോ എന്തെങ്കിലും ഒരു കാര്യം പറയണമായിരുന്നു എന്നെനിക്ക് തോന്നി. ഒന്നും പറഞ്ഞില്ല. ഞാൻ തന്നെ എഴുന്നേറ്റ് പോന്നു. ഞാൻ തന്നെ കണ്ടു ഡോക്ടർ പോകണമെന്ന്. ഞാൻ ഡോക്ടർ നോക്കി. ഡോക്ടർ എന്നെ കണ്ടപ്പോൾ എൻ്റെ മുഖം കണ്ടിട്ടും ഡോക്ടർ പോയി, ഒരു വാക്ക് പോലും പറയാണ്ട്. അതായത് ഞാൻ അവിടെ 2 ദിവസം ഉണ്ടായിരുന്നു. അത്രയും നേരം എന്നെ കറക്റ്റായിട്ട് അവർക്ക് അറിയുകയും ചെയ്യാം. ബാക്കിയുള്ള എല്ലാവരും വന്നു പോയി നിൽക്കുമ്പോൾ ഞാനവിടെ ഈ 2 ദിവസമായിട്ട് അവിടെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ചേച്ചിമാർക്ക് വരെ എന്നോട് ചോദിക്കുന്നുണ്ട്, അവർ നീ പ്രസവിച്ചില്ലേ, നീ 2 ദിവസമായിട്ട് ഇവിടെ കിടക്കണേന്ന്. അവർക്ക് പോലെ തന്നെ അറിയാം. അപ്പോൾ ഡോക്ടർമാർക്ക് എന്തോരം അറിയണ്ടാവണം. എന്നിട്ടും ഒരു വിലയില്ലാണ്ട് ആൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു വേറെ ആരും വന്നിട്ട്, അതായത് ഷിഫ്റ്റിൻ്റെ ആൾക്കാർ വരുമ്പോൾ വെക്കും. അപ്പം ഞാൻ നീ മറന്നു പോകണ്ടല്ലോ എന്നുള്ള ഇതിൽ ഞാൻ അവിടെ ചെന്നിട്ട് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് മരുന്ന് വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇതുവരെ എനിക്ക് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ സമയമാകുമ്പോൾ വെക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അതായത് വൈകുന്നേരം ആ സമയത്ത് വെക്കാൻ പറഞ്ഞ മരുന്ന് എനിക്ക് വെച്ചില്ല. ഞാൻ വൈകുന്നേരം ഒരു 10-11 മണി വരെയൊക്കെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി ഡോക്ടർമാരുടെ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നൊക്കെ ഞാൻ നോക്കി. എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവോ, എന്നെ കണ്ടിട്ട് ഇനി ഓർമ്മയില്ലാണ്ടായിരിക്കും, മറന്നിട്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ യാതൊരുവിധ മാറ്റങ്ങളും ഉണ്ടായില്ല. 11 മണി കഴിഞ്ഞപ്പോൾ ഞാനവിടെ ഒരു ബെഡ് കിട്ടിയ പടക്കം തുടങ്ങി. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒരു 6:30 എന്നെ വിളിച്ചു. ഷഹന വരാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മരുന്ന് വെക്കാന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ എൻ്റെ കൂടെ വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് ആദ്യം മരുന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മരുന്ന് വെക്കണം. പക്ഷേ ഈ മരുന്ന് വെക്കാൻ പോകുമ്പോൾ നല്ല പേടി ഉണ്ടായിരുന്നു മനസ്സിൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ